ഇതൊരു കെ സീരീസ് വാഗണറാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഹാർഡാണ്, ചെറുതായിട്ട് വർക്കിംഗ് ആണ്, പക്ഷേ പിടിച്ചാണ് ഇങ്ങനെ വർക്കാവുന്നത്. അത് ഇങ്ങനെ വർക്കാവും. നമ്മൾ ഒരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വരത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, നമ്മൾ നേരെ തന്നെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് റിട്ടേൺ വരത്തില്ല, ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ല. നമുക്കിത് അഴിച്ചിന്ന് സർവീസ് ചെയ്യണം. മാരുതിയുടെ എല്ലാ വണ്ടിക്കും കംപ്ലൈൻ്റ് ആണ്. ഒരു 25,000 കിലോമീറ്റർ 30,000 കിലോമീറ്ററൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഹാർഡാവും. പേരിന് വേണ്ടി ഉണ്ടാവുള്ളൂ. അത് ഓൾട്ടോ K10 ഉണ്ട്, ആൾട്ടോ 800 ഉണ്ട്, ബ്രീസയുണ്ട്, സിയാസ് ഉണ്ട്, ബലേനോ ഉണ്ട്. എല്ലാ വണ്ടിയും കംപ്ലൈൻ്റ് ആണ്. ഇത് നമ്മൾ എല്ലാ വണ്ടിയുടെ ഈ സ്റ്റിയറിംഗ് കോളമാണ് അവർ ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. പക്ഷേ നല്ല എക്സ്പെൻസ് ഉണ്ട്. ഇത് നമുക്ക് അഴിച്ച് സർവീസ് ചെയ്യാൻ പറ്റും. ഇത്തിരി പണിപ്പാടാണ്. മൊത്തം കോളത്തിലാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മൊത്തം കിടക്കുന്നത്. അത് നമുക്ക് ഇളക്കി സർവീസ് ചെയ്ത് ഗ്രീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാവും. അതാണ് ഇന്നത്തെ ഒരു വർക്ക്. ഞാൻ ഇളക്കി ഓട്ടിച്ച് ഫസ്റ്റ് ട്രയൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്റ്റിയറിംഗ് ഇപ്പോഴേ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് തിരിച്ച് വരുള്ളൂ. റിട്ടേൺ വരത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, സ്റ്റഡി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. നമ്മൾ നിരപ്പ് റോഡിൽ ഒരേണക്ക് വെച്ചിട്ട് നമ്മൾ കൈ എടുത്ത് കഴിഞ്ഞാൽ നേരെ വരത്തില്ല. ഇത് ഇതാണ് ഇതിൻ്റെ കോമൺലി ഉള്ള ഒരു കംപ്ലൈൻ്റ് ആണിത്. നമുക്ക് ഇളക്കി ഇന്ന് സർവീസ് ചെയ്യണം. ഇതിൻ്റെ കോളത്തിലാണ് കംപ്ലൈൻറ്റ് കിടക്കുന്നത്. എല്ലാ വണ്ടിക്കുമുള്ള കംപ്ലൈൻ്റ് ആണ്. ഇത് ഇപ്പം വണ്ടി ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൈ കൊണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. സ്റ്റിയറിംഗ് അങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കോള സെറ്റ്. R9 ആണ് മോഡ്യൂള്. ഇതിലാണ് നമുക്ക് ഇളക്കി സർവീസ് ചെയ്യേണ്ടത്. ഇതാണ് സാധനം. ഇവിടെയാണ് ടൈറ്റ് വരുന്നത്. കോള സെറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഫുള്ള് സാധനങ്ങൾ ഇളക്കി മാറ്റേണ്ടി വരുന്നുണ്ടോ. ഇതാണ് കമ്പനി ഫുൾ അസംബ്ലി ആയിട്ട് മാറ്റുന്നത്. നല്ല എക്സ്പെൻസ് വരുന്നതാണ്. മോഡ്യൂള്, മോട്ടറ്, കോളം എല്ലാം കൂടെ അടക്കമാണ് അവർ മാറുന്നത്. അതാണ് നല്ല എക്സ്പെൻസ് വരുന്നത്. മോഡ്യൂളിൽ തന്നെ നല്ല പൈസ ഉണ്ട്, മോട്ടറിന് പൈസ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അവരൊരു നല്ലൊരു എമൗണ്ട് വരുന്നത്. ഇത് നമുക്ക് ഇളക്കി സർവീസ് ചെയ്യാം, ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് റിപ്പയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് പിടിച്ചല്ലേ കറങ്ങിക്കൊണ്ടിരുന്ന. ഇപ്പോൾ ഇത് സ്മൂത്ത് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ കറങ്ങണം. നേരത്തെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു നിന്നത്, കറങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ വയ്ക്കാം. വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്കാവും. ഒരു കൈ കൊണ്ട് കറക്കാം. സ്റ്റിയറിംഗ് ഇപ്പോൾ ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് നിങ്ങൾ നോക്കിക്കോണം. കണ്ടോ, കറക്കി വിട്ട് കഴിഞ്ഞാൽ കറങ്ങുന്നുണ്ടോ. നേരത്തെ ആണെങ്കിൽ ഒറ്റ വിരൽ കൊണ്ട് കറക്കി വിട്ട് കഴിഞ്ഞാൽ കറങ്ങും. നേരത്തെ ഇത് മൽപ്പെടുത്ത് വരുന്നു. ഒരു കൈ കൊണ്ട് നമ്മൾ പിടിച്ച് കറക്കിയാലും റിട്ടേൺ വരില്ല. ഇത് കണ്ടോ, തിരിച്ച് വരുന്നുണ്ടോ. സ്മൂത്തായിട്ട് കറക്കി വിട്ട് കഴിഞ്ഞാൽ നേരെ കറങ്ങിങ്ങ് പോകും. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വർക്കാവേണ്ടത്. ഓക്കെ, ഇനി വണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വർക്കാവും. ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് ഇപ്പോൾ റിട്ടേൺ വരുന്ന നോക്കിക്കോണേ. ഞാനിപ്പോൾ ടേൺ ആക്കിയിട്ട് ഇപ്പോൾ കൈ ഇപ്പോൾ എടുക്കും. കണ്ടോ തിരിച്ചു വന്നാണ്ടോ, കൈ ഇവിടെ ഇരിക്കുകയാണ്. നേരത്തെ ഇത് സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഒരു കാരണവശാലും റിട്ടേൺ വരത്തില്ല. ഇപ്പോൾ ഇത് സക്സസ്ഫുള്ളി റിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.